അസ്സലാമു അലൈക്കും. 10ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ 1 മുതൽ 6 വരെയുള്ള പാഠങ്ങളുടെ തെദ്രീബാത്തുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ പരീക്ഷകൾ പാദവാർഷികം, അർദ്ധവാർഷികം, പൊതുപരീക്ഷ ഇവയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് തെദ്രീബാത്തുകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നിർമ്മിച്ചിട്ടുള്ളത്. 1 മുതൽ 6 വരെയുള്ള ലിസാനുൽ ഖുർആനിലെ എല്ലാ പാഠങ്ങളും ചിത്രകഥകളായി ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ഓരോ പാഠത്തിന്റെയും തെദ്രീബാത്തുകൾ പരിശോധിക്കാം. ആദ്യം നമുക്ക് ഒന്നാമത്തെ പാഠം മജ്ലിസുൽ ഇൽമ്, മബിനി, മുഅറബ് എന്നിവയെ കുറിച്ചാണ് ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത്. അതിന്റെ തെദ്രീബാത്തുകളെ നമുക്ക് പഠിക്കാം. അസ്മാഉ സിത്ത 6 ഇസ്മുകളാണ്. നോക്കാം. അബൂക, അഹൂക, ഹനൂക, ഹമൂക്കി, ഫൂക, റുമാലിൻ. ഈ 6 അസ്മാഉ സിത്ത. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അസ്മാഉ സിത്തയും അംസിലത്തുൽ ഹംസയും. ഇത് കാണാതെ പഠിക്കണം. രണ്ടാമത്തത് അംസിലത്തുൽ ഹംസ. യഫ്അലാനി, യഫ്അലൂന, തഫ്അലാനി, തഫ്അലീന, തഫ്അലൂന. ഈ വസനിക്ക് വരുന്ന പദങ്ങളൊക്കെ എന്താണ്? അംസിലത്തുൽ ഹംസയിൽ പെട്ടതാണ്. സ്വഹീഹ് ശരിയാക്കുക. ഇതിൽ ആദ്യ കോളത്തിൽ കൊടുത്ത ഉദാഹരണങ്ങളൊക്കെ തെറ്റാണ്. അതിന്റെ ശരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അവ തെറ്റിപ്പോയത് എന്ന് നോക്കാം. ഹാദ അബീക. ഇവിടെ അബു എന്നുള്ളത് അസ്മാഉ സിത്തയിൽ പെട്ടതാണ്. ഇവിടെ അസ്മാഉ സിത്തക്ക് റഫ്അ ചെയ്യേണ്ടത് യാ കൊണ്ടല്ല, വാവ് കൊണ്ടാണ്. അതായത് ഇവിടെ ഖബർ ആണല്ലോ, അതിന് റഫ് ആണല്ലോ. അസ്മാഉ സിത്തക്ക് റഫ്അ ചെയ്യേണ്ടത് വാവ് കൊണ്ടാണല്ലോ. അതുകൊണ്ട് അബൂക എന്നാണ് പറയേണ്ടത്. രണ്ടാമത്തത് ഹുമ. ഹുമ എന്ന് വന്നാൽ പിന്നെന്താണ്? യഗ്സിലാനി എന്നുള്ളതാണ്. യഗ്സിലീന എന്നുള്ള ഒരു വാക്കല്ല. അൻതും ജം ആണ്. അപ്പൊ തഷ്കുറാനി എന്നതല്ല, തഷ്കുറൂന എന്നതാണ് അതിന്റെ ശരി. ജാഅൽ മുസ്ലിമീന. ഇവിടെ മുസ്ലിമീന എന്നുള്ളത് ഫാഇലാണ്. ഫാഇൽ ആവുമ്പോൾ അവിടെ റഫ്അ വരണം. മുസ്ലിമീന എന്നുള്ളതോ ജംഅ മുദക്കർ സാലിമാണ്. ജംഅ മുദക്കർ സാലിമിന് റഫ്അ ചെയ്യേണ്ടത് യാ കൊണ്ടല്ല, വാവ് കൊണ്ടാണ്. അതുകൊണ്ട് ജാഅൽ മുസ്ലിമൂന എന്നാ പറയേണ്ടത്. അടുത്തത് റഅയ്തു, ഞാൻ കണ്ടു. ഫിഇലുമായി ഫാഇലുമായി. മുസ്ലിമാത്ത്, മുസ്ലിമാത്തൻ എന്ന് പറയുമ്പോൾ മഫ്ഊലാണ്. മഫ്ഊൽ നെസ്ബാണ് ചെയ്യേണ്ടത്. പക്ഷേ മുസ്ലിമാത്തൻ എന്നുള്ള പദം ജംഅ മുഅന്നസ് സാലിമാണ്. ജംഅ മുഅന്നസ് സാലിമിന് നെസ്ബ് ചെയ്യേണ്ടത് ഫത്ഹ് കൊണ്ടല്ല, കസ്ർ കൊണ്ടാണ്. അതുകൊണ്ട് റഅയ്തു മുസ്ലിമാത്തിൻ എന്നാണ് പറയേണ്ടത്. അടുത്തത് ലം യഅസിയാനി എന്നുള്ളിടത്ത് ലം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നൂനിനെ കളയണം എന്നാണല്ലോ. അപ്പൊ ലം യഅസിയ എന്നാണ് അതിന്റെ ശരി. ലൻ യർളയ എന്ന പദം തെറ്റാണ്. ലൻ യർള എന്നതാണ് അതിന്റെ ശരി. അജിബ്, ഉത്തരം പറയുക. അൽ മുഅറബു മാ ഹുവ. എന്താണ് മുഅറബ്? മാ തഗയ്യറ ആഖിറുഹു ബിതഗ്യീരിൽ അവാമിലി. ആമിലുകൾ മാറുന്നത് കൊണ്ട് അവസാനം മാറിയതാണ് മുഅറബ്. അൽ മബ്നിയു മാ ഹുവ. എന്താണ് മബ്നി? മാ ലാ യതഗയ്യറു ആഖിറുഹു ബിതഗ്യീരിൽ അവാമിലി. ആമിലുകൾ മാറിയത് കൊണ്ട് അവസാനം മാറാതിരിക്കുന്നതാണ് മബ്നി. അൽ ഇഅ്റാബു മാ ഹിയ. ഏതൊക്കെയാണ് ഇഅ്റാബുകൾ? അർ-റഫ്ഉ വൻ-നസ്ബു വൽ-ജർറു വൽ-ജസ്മു. ഇവ 4 ഇഅ്റാബുകൾ. അൽ-ജർറു മുഖ്തസ്സും ബിമാ. ജർറ് പ്രത്യേകമാണ് എന്തുകൊണ്ട്? അൽ-ജർറു മുഖ്തസ്സും ബിൽ അസ്മാഇ. ഇസ്മുകൾ കൊണ്ട് ജർറ് പ്രത്യേകമാണ്. അൽ-ജസ്മു മുഖ്തസ്സും ബിമാ. ജസ്മ് പ്രത്യേകമാണ് എന്തുകൊണ്ട്? അൽ-ജസ്മു മുഖ്തസ്സും ബിൽ അഫ്ആലി. ഫിഅലുകൾ കൊണ്ട് ജസ്മ് പ്രത്യേകമാണ്. മാ യുഅറബു ബിൽ അലാമാത്തിൽ ഫുറൂഇ മാ ഹുവ. ശാഖാപരമായ അടയാളങ്ങൾ കൊണ്ട് ഇഅ്റാബ് ചെയ്യുന്നത് ഏതെല്ലാമാണ്? 7 ഉണ്ട്. അസ്മാഉ സിത്ത, മുസന്ന, ജംഉ മുദക്കർ സാലിം, ജംഉ മുഅന്നസ് സാലിം, അതുപോലെ ഫിഅലിന്റെ അവസാനം മുഅത്തല്ലായത്, അംസിലത്തുൽ ഹംസ. ഈ 7 ശാഖാപരമായ അടയാളങ്ങൾ കൊണ്ട് ഇഅ്റാബ് ചെയ്യുന്നതാണ്. ബൈൻ, വ്യക്തമാക്കുക. ഇഅ്റാബുൽ അസ്മാഇ സിത്ത.
അസ്മാഉ സിത്തയുടെ ഇഅ്റാബ് തുർഫഉ ബി വാവിൻ, വാവ് കൊണ്ട് റഫ്ഉ ചെയ്യപ്പെടും. വതുൻസബു ബി അലിഫിൻ, അലിഫ് കൊണ്ട് നസ്ബും ചെയ്യപ്പെടും. വതുജറു ബി യാഇൻ, യാ കൊണ്ട് ജറും ചെയ്യപ്പെടും. ഇഅ്റാബുൽ മുസന്ന, മുസന്നയുടെ ഇഅ്റാബ് തുർഫഉ ബി അലിഫിൻ, അലിഫ് കൊണ്ട് റഫ്ഉ ചെയ്യപ്പെടും. വതുൻസബു ബി യാഇൻ, യാ കൊണ്ട് നസ്ബും ചെയ്യപ്പെടും. വതുജറു ബി യാഇൻ, യാ കൊണ്ട് ജറും ചെയ്യപ്പെടും. ഇഅ്റാബുൽ ജംഇ മുദക്കർ സാലിം, ജംഉ മുദക്കർ സാലിമിന്റെ ഇഅ്റാബ് തുർഫഉ ബി വാവിൻ, വാവ് കൊണ്ട് റഫ്ഉ. വതുൻസബു ബി യാഇൻ, യാ കൊണ്ട് നസ്ബ്. വതുജറു ബി യാഇൻ, യാ കൊണ്ട് തന്നെയാണ് ജറും ചെയ്യപ്പെടേണ്ടത്. ഇഅ്റാബുൽ ജംഇൽ മുഅന്നസി സാലിം, ജംഉ മുഅന്നസ് സാലിമിന്റെ ഇഅ്റാബ് തുർഫഉ ബി ലമ്മിൻ, ലമ്മ് കൊണ്ട് റഫ്ഉ ചെയ്യപ്പെടും. വതുൻസബു ബി കസ്റത്തിൻ, കസ്ർ കൊണ്ട് നസ്ബും ചെയ്യപ്പെടും. വതുജറു ബി കസ്റത്തിൻ, കസ്ർ കൊണ്ട് ജറും ചെയ്യപ്പെടും. ഇഅ്റാബു അംസിലത്തുൽ ഖംസ, അംസിലത്തുൽ ഖംസയുടെ ഇഅ്റാബ് തുർഫഉ ബി സുബൂത്തിൻ നൂനി, നൂനിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് റഫ്ഉ ചെയ്യപ്പെടും. വതുൻസബു വതുജ്സമു ബി ഹദഫിഹാ, നൂനിനെ കളഞ്ഞുകൊണ്ട് ജസ്മും നസ്ബും ചെയ്യപ്പെടും. ഇഅ്റാബുൽ ഫിഅലിൽ മുഅ്തലിൽ ആഖിർ, ഫിഅലിന്റെ അവസാനം മുഅ്തലായതിന്റെ ഇഅ്റാബ് ഇൻകാന ആഖിറുഹു, ആ ഫിഅലിന്റെ അവസാനമായാൽ അലിഫൻ, അലിഫാണെങ്കിൽ യുൻവ ഫീഹി അർറഫ്ഉ വന്നസ്ബു, നസ്ബിനെയും റഫ്ഇനെയും അവിടെ കരുതപ്പെടണം. വയുജ്സമു ബി ഹദഫിൽ അലിഫി, അലിഫിനെ കളഞ്ഞുകൊണ്ട് ജസ്മും ചെയ്യപ്പെടും. വഇൻകാന ആഖിറുഹു വാവൻ ഔ യാഅൻ, ഇനി മുഅ്തലായ ഫീലിന്റെ അവസാനത്തിൽ വന്നത് വാവ് അല്ലെങ്കിൽ യാ ആണെങ്കിൽ യുൻവ ഫീഹ, അവിടെ കരുതപ്പെടണം അർറഫ്ഉ, റഫ്ഇനെ. വയുജ്സമു, ജസ്മു ചെയ്യപ്പെടും. ബി ഹദഫിഹിമാ, യാഇനെയും വാവിനെയും കളഞ്ഞുകൊണ്ട് ജസ്മു ചെയ്യപ്പെടും. വയുദ്ഹറു, പ്രകടമാകപ്പെടും. ഫീഹിമാ, ആ വാവിന്റെയും യാഇന്റെയും മേൽ അന്നസ്ബു, നസ്ബ്, അതായത് നസ്ബ് വാവിന്റെ മേലും യാഇന്റെ മേലും വെളിവാകും, അവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് രണ്ടാം പാഠം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഫാഇലിനെ കുറിച്ചാണ് ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത്. അതിന്റെ തദ്രീബാത്തുകൾ നമുക്ക് നോക്കാം. നഖറഉ, നമുക്ക് വായിക്കാം. ഖാലത്ത് ഇംറഅതു ഫിർഔന ഖുറത്തു ഐനിൻ ലി വലക്. ഇവിടെ ഇംറഅത്ത് എന്നുള്ളത് ഹഖീഖിയായ മുഅന്നസാണ്. അതിലേക്ക് ഫിഇലിനെ ചേർത്താൽ ഇവിടെ മാദിയിൽ തഅനീസിന്റെ താഇനെ ചേർക്കണം. രണ്ടാമത്തത് ഇഖ്തറബത്തി സാഅതു വൻഷഖൽ ഖമർ. ഇവിടെ സാഅത്ത് എന്നുള്ളത് മജാസിയായ മുഅന്നസാണ്. അതിലേക്ക് ഫിഇലിനെ ചേർത്താൽ മാദിയായ ഫിഇൽ തഅനീസിന്റെ താഇനെ ചേർത്തും ചേർക്കാതെയും പറയാം. ഇഖ്തറബ സാഅതു എന്ന് പറയാം, ഇഖ്തറബത്ത് സാഅതു എന്നും പറയാം. അടുത്തത് അതൽ ഖാദിയ ഇംറഅതു അസീസിൻ. ഇവിടെ ഫിഇലിന്റെയും ഫാഇലിന്റെയും ഇടയിൽ ഒരു വിടവുണ്ട്. ഖാദിയ എന്ന പദം വന്നു, അപ്പോ അതത്ത് എന്ന് പറയാം, നിത ഒഴിവാക്കിയാണ്ട് അത എന്നും പറയാം. അടുത്തത് മാ ജാഅ ഇല്ല ഉമ്മുക. ഉമ്മ എന്നുള്ളത് എന്താണ്? ഫാഇലാണ്. ജാഅ എന്നുള്ളത് ഫിഇലുമാണ്. പക്ഷെ ഈ ഫിഇലിന്റെയും ഫാഇലിന്റെയും ഇടയിൽ ഒരു വിടവ് വന്നിട്ടുണ്ട്, ഇല്ല എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ജാഅ എന്ന് പറയാം, ഇനി താഇനെ ചേർത്ത് ജാഅത്ത് എന്നും പറയാം. നുജീബു, നമുക്ക് ഉത്തരം പറയാം. അൽ ഫാഇലു മാ ഹുവ, എന്താണ് ഫാഇൽ? അൽ ഫാഇലു, ഫാഇൽ എന്നാൽ ഇസ്മുൻ, അതൊരു ഇസ്മാണ്. ഉസ്നിദ ഇലൈഹി, ആ ഇസ്മിലേക്ക് ചേർക്കപ്പെട്ടു. ഫിഇലുൻ മുഖദ്ദമുൻ, മുൻകടക്കപ്പെട്ടതായ ഒരു ഫിഇൽ. രണ്ടാമത്തത് യൽഹഖുൽ ഫിഇല താഉ തഅനീസിൻ സാകിനത്തുൻ മതാ. സുകൂനുള്ള തഅനീസിന്റെ താഇനെ ഫിഇലിൽ ചേർക്കും എപ്പോൾ? ഇദാ ഉസ്നിദ ഇലാ ളമീരിൻ, ഒരു ളമീറിലേക്ക് ചേർക്കപ്പെട്ടാൽ യർജിഉ, ആ ളമീർ മടങ്ങുന്നു ഇലാ മുഅന്നസിൻ ഹഖീഖിയിൻ, ഹഖീഖിയായ മുഅന്നസിലേക്ക്. ഔ മജാസിൻ, അല്ലെങ്കിൽ മജാസിയായ മുഅന്നസിലേക്ക്. ഔ, അതുമല്ലെങ്കിൽ ഉസ്നിദ, ഫിഇലിനെ ചേർക്കപ്പെട്ടു ഇലാ മുഅന്നസിൻ ഹഖീഖിയിൻ, ഹഖീഖിയായ മുഅന്നസിലേക്ക്. യൽഹഖുൽ ഫിഇലൽ മാദിയ, മാദിയായ ഫിഇലിൽ ചേർക്കും. താഉ തഅനീസിൻ സാകിനത്തുൻ, സുകൂനുള്ള തഅനീസിന്റെ താഇനെ ചേർക്കും. യുബാഹു തർക്കു താഇ മത, താഇനെ കളയൽ ഹലാലാകും.
ജായിസാകും എപ്പോൾ ഇദാ ഫുസില ബൈനൽ ഫിഇലി വഫാഇലിഹിൽ മുഅന്നസിൽ ഹഖീഖി യുബാഹു തർക്കു താഇ. ഇദാ ഫുസില ബൈനൽ ഫിഇലി വഫാഇലിഹിൽ മുഅന്നസിൽ ഹഖീഖി, ഫിഇലിന്റെയും മുഅന്നസ് ഹഖീഖിയായ ഫാഇലിന്റെയും ഇടയിൽ വിടവുണ്ടായാൽ യുബാഹു ജായിസാകും തർക്കു താഇ, താഇനെ ഉപേക്ഷിക്കൽ. സ്വഹിഹിൽ ഖതഅ വമയ്യിസി സ്വഹീഹ, തെറ്റ് ശരിയാക്കുക, ശരിയായത് വേർതിരിക്കുക. ഒന്നാമത്തത് അശംസു ത്വലഅ, ഇത് തെറ്റാണ്. കാരണം ഷംസ് എന്നത് മുഅന്നസ് മജാസിയാണ്. അപ്പൊ ത്വലഅ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ലൊമീർ ഷംസിലേക്ക് മടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ത്വലഅ എന്ന മാദിയായ പദത്തിന്റെ അവസാനത്തിൽ തഅനീസിന്റെ സാക്കിനായ തഅനീസിന്റെ തായിന് ചേർത്ത് കൊടുക്കണം. അപ്പൊ അശംസു ത്വലഅത്ത് എന്നാകും. രണ്ടാമത്തത് ഷരിബ ബിൻതുക്കി ലബനൻ, ഇവിടെ ഷെരിബ എന്നതിന്റെയും ബിൻതുക്കി എന്നതിന്റെയും ഇടയിൽ എന്തില്ല? ഫസ്ലില്ല, വിടവില്ല. അതുകൊണ്ട് തന്നെ ബിൻത് എന്നത് ഹഖീഖിയായ മുഅന്നസ് ആയതുകൊണ്ട് തന്നെ എന്ത് വേണം? അവിടെ താഇനെ ചേർത്ത് കൊടുക്കണം. അപ്പോ ഷെരിബത്ത് ബിൻതുക്കി എന്ന് ചേർക്കണം. മൂന്നാമത്തത് ദഹബ ഇലാ ബൈതി അഖീക, നിന്റെ സഹോദരന്റെ വീട്ടിലേക്ക് പോയി. ആര്? ഉമ്മുക, നിന്റെ ഉമ്മ. ഇവിടത്തെ ഫാഇൽ ഉമ്മ എന്നുള്ളതാണ്. പക്ഷെ ഉമ്മ എന്നതിന്റെയും ഫാഇലിന്റെയും ഈ ദഹബ എന്ന ഫെയിലിന്റെയും ഇടയിൽ ഇത് ഒരു വിടവ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദഹബ എന്ന പദത്തിന് താ കൊടുത്തും കൊടുക്കാതെയും പറയാം. അപ്പോ ഈ വാചകം ശരിയായ വാചകമാണ്. അതാണ് മയ്യിസ്, ശരിയായതിനെ വേർതിരിക്കാനാണല്ലോ. ശരിയായ പദം ഇതാണ്, ലാസ്റ്റ് പറഞ്ഞതാണ്. ഇത് രണ്ടും തെറ്റാണ്. ഇനി നമുക്ക് മൂന്നാം പാഠം അൽ അഖ്ബാറുൽ ഹായില, നായിബ് ഫാഇലിനെ കുറിച്ച് അതുപോലെ തന്നെ മജ്ഹൂലിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത്. അതിന്റെ തിദിരിബാത്തുകൾ നമുക്ക് പഠിക്കാം. ഇനി നമ്മുടെ പാഠത്തിലും തെദിരീബാത്തിലും കൂടെയുള്ള നായിബ് ഫാഇലുകളുടെ ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം മാദിയായ ഫീലുകളാണ്. മുളാരിയായ ഫീലിനെ കുറിച്ച് നമ്മൾ പറയും. ആദ്യം നമുക്ക് മാദിയായ ഫീലിനെ കുറിച്ച് പറയാം. അതായത് മജ്ഹൂലിന് ശേഷമായിരിക്കും നായിബ് ഫാഇൽ വരിക. മജ്ഹൂലായ ഫീലിന് ശേഷം വരുന്ന ഇസ്മാണല്ലോ നായിബ് ഫാഇൽ. ഇവിടെ ഉൽഖിയ, ഇടപെട്ടു, അത്ഫ്ലു, കുട്ടി, ഫിന്നഹരി, നദിയിൽ, കുട്ടി നദിയിൽ ഇടപെട്ടു. അതായത് മജ്ഹൂലായ ഈ ഫിഇലിന് ശേഷം ആര് അല്ലെങ്കിൽ എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കും നായിബ് ഫാഇൽ വരിക. നോക്കാം. ഉൽഖിയ, ഇടപെട്ടു. ആര്? അത്ഫ്ലു, കുട്ടി. കണ്ടോ? കുട്ടി ഇടപെട്ടു. പിന്നെ നദിയിൽ. അടുത്തത് ഗൈള, വറ്റപ്പെട്ടു. എന്ത്? അൽമാഉ, വെള്ളം. അപ്പൊ ആര് അല്ലെങ്കിൽ എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കും നായിബ് ഫാഇൽ. മൂന്നാമത്തത് ഖുതില, കൊല്ലപ്പെട്ടു. ആര്? അൽ അസ്കരിയു, സൈനികൻ. കണ്ട? അപ്പൊ ഇത് അസ്കരിയു എന്നുള്ളത് എന്താണ്? നായിബ് ഫാഇലാണ്. കാരണം അതിന് മുമ്പ് ആരാണ്? ഖുതില എന്ന മജ്ഹൂലായ ഫീലാണ്. ഇതിന് ഫാഇൽ ഉണ്ടാവുകയില്ല. എങ്കിലും അസ്കരി എന്നുള്ളത് എന്താണ്? ഫാഇലിന് പകരം മഫ്ഊലു ബിഹി ആയി വന്നിരിക്കുന്നു. നുസിറ, സഹായിക്കപ്പെട്ടു. ആര്? അൽ ഫഖീറു. കണ്ടോ? ഫഖീർ. അടുത്തത് കുസിറ, പൊട്ടിക്കപ്പെട്ടു. എന്ത്? സുജാജതു. കണ്ടോ? സ്ഫടികം. അടുത്തത് ഉൻതുലിഖ, കൊണ്ടുപോകപ്പെട്ടു. ആര്? ബിസൈദിൻ, സെയ്ദ്. അടുത്തത് ഗുസില, കഴുകപ്പെട്ടു. എന്ത്? അൽ യദു, കൈ. അതായത് മജ്ഹൂലായ ഫീലിന് ശേഷമായിരിക്കും നായിബ് ഫാഇൽ വരിക. ആര് അല്ലെങ്കിൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടായിരിക്കും നായിബ് ഫാഇൽ വരിക. ഇനി മുളാരി ആയ, മജ്ഹൂലായ അല്ലെങ്കിൽ നായിബ് ഫാഇലുകൾക്കുള്ള ഉദാഹരണങ്ങൾ നോക്കാം. യുക്റഹു, കറാഹത്താക്കപ്പെടും. യുക്റഹു, കറാഹത്താക്കപ്പെടും. തമന്നിൽ മൗത്ത, മരണത്തെ ആഗ്രഹിക്കൽ കറാഹത്താക്കപ്പെടും. അടുത്തത് യുഉമറു, കൽപ്പിക്കപ്പെടും. യുഉമറു സ്വലാത്തു, നിസ്കാരം കൽപ്പിക്കപ്പെടും. അതായത് യുഉമറു, കൽപ്പിക്കപ്പെടും. എന്ത്? സ്വലാത്ത്, നിസ്കാരം. അതുപോലെ തന്നെ യുക്റഹു, കറാഹത്താക്കപ്പെടും. എന്ത്? തമന്നിൽ മൗത്ത, മരണത്തെ ആഗ്രഹിക്കൽ. അജിബ്, ഉത്തരം പറയുക. കൈഫ യുജ്അലുൽ മുളാരിഉ മജ്ഹൂലൻ,
മുളാരിഇനെ എങ്ങനെയാണ് മജ്ഹൂലാക്കുന്നത്? യുജ്അലുൽ മുളാരിഉ മുളാരിഇനെ ആക്കപ്പെടും മജ്ഹൂലൻ മജ്ഹൂലാക്കും. എങ്ങനെ? ബിളമ്മി ഹർഫിൽ മുളാറഅതി മുളാറഅത്തിന്റെ ഹർഫിന് ലമ്മ് കൊടുക്കുക. വഫതഹി മാ ഖബ്ലിൽ ആഖിരി അവസാനത്തതിന് മുമ്പുള്ളതിന് ഫതഹും കൊടുക്കുക. കയുഫ്അലു യുഫ്അലു എന്നതുപോലെ വയുഫഅലു യുഫഅലു എന്നതുപോലെ. അടുത്ത ചോദ്യം, കൈഫ യുജ്അലുൽ മാളി മജ്ഹൂലൻ മാളിയെ എങ്ങനെയാണ് മജ്ഹൂലാക്കുന്നത്? യുജ്അലുൽ ഫിഅലുൽ മാളി മജ്ഹൂലൻ മാളിയായ ഫിഇലിനെ മജ്ഹൂലാക്കപ്പെടും ബിളമ്മി അവലിഹി മാളിയായ ഫിഇലിന്റെ ആദ്യത്തിൽ ലമ്മ് കൊടുക്കുക. വകസ്രി മാ ഖബ്ലൽ ആഖിരി അവസാനത്തതിന് മുമ്പുള്ളതിന് കസ്റും കൊടുക്കുക. കഫുഇല ഫുഇല എന്നതുപോലെ വഫുഇല ഫുഇല എന്നതുപോലെ. ഇനി നമുക്ക് നാലാം പാഠം അൽ മൗഇള. ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത് ലാസിമായ ഫിഅലുകൾ അതുപോലെ മുതഅദ്ദിയായ ഫിഅലുകൾ. ഇനി ലാസിമിനെ എങ്ങനെയൊക്കെ മുതഅദ്ദിയാക്കാൻ പറ്റും എന്നതൊക്കെയാണ് ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. നഖൂലു നമുക്ക് പറയാം, അൽ ഫിഅലു ഫിഇൽ എന്നത് നൗആനി രണ്ട് വിധത്തിലാണ്. ഏതൊക്കെ? ഒന്ന് ലാസിം, രണ്ടാമത്തത് മുതഅദ്ദി. വലാ യുബ്നാ മിനൽ അഫ്ആലിൽ ലാസിമ ലാസിമായ ഫിഅലുകളിൽ നിന്ന് ഉണ്ടാക്കപ്പെടുകയില്ല മജ്ഹൂലുൻ മജ്ഹൂല്. വസ്മു മഫ്ഊലിൻ ഇസ്മു മഫ്ഊൽ അതായത് ലാസിമായ ഫിഅലുകളിൽ നിന്ന് മജ്ഹൂലിനെയും ഇസ്മു മഫ്ഊലിനെയും നിർമ്മിക്കപ്പെടുകയില്ല. ഇനി ലാസിമായ ഫിഅലുകൾക്കുള്ള ഉദാഹരണങ്ങളാണ് പറയുന്നത്. വമിനൽ അഫ്ആലിൽ ലാസിമ ലാസിമായ ഫിഅലുകളിൽ പെട്ടതാണ് അഫ്ആലുൻ ഫിഅലുകൾ. എങ്ങനത്തെ ഫിഅലുകളാണ്? തദുല്ലു അത് അറിയിക്കുന്നു അലാ സജിയതി ഒരു പ്രകൃതിയുടെ മേൽ. ക നെഹിമ നെഹിമ എന്നതുപോലെ. അതായത് നെഹിമന്റെ അർത്ഥം എന്താണ്? ഐ കസുറ അക്കുലുഹു അവന്റെ തീറ്റ കൂടുതലായി, അതാണ് നെഹിമ എന്നതിന്റെ അർത്ഥം. കസുറ അക്കുലുഹു. വ ഷറുഫ ഷറുഫ എന്നതുപോലെ ബഹുമാന്യനായി. കറുമ മാന്യനായി. ജബുന പേടിയുള്ളവനായി. ഷജുഅ ധീരനായി. വനഹ്വിഹ ഇതുപോലത്തെ സജിയത്തിന്റെ മേൽ അറിയിക്കുന്ന ഫീലുകളൊക്കെ എന്താണ്? ലാസിമായ ഫീലുകളിൽ പെട്ടതാണ്. വമിൻഹ അതിൽപ്പെട്ടതാണ്. അതിൽ എന്ന് പറഞ്ഞാല് ലാസിമായ ഫിഅലുകളിൽ പെട്ടതാണ് വസ്ന് ഇഫ്അലല്ല ഇഫ്അലല്ല എന്ന വസ്നിക്ക് വരുന്ന ഫിഅലുകൾ. നഹ്വു ഉദാഹരണം യഖ്ശഅറ യത്മഅന്ന ഈ രണ്ട് ഫീലുകളും ലാസിമാണ്. കാരണം എന്താ? ഈ രണ്ട് ഫീലുകളും ഇഫ്അലല്ല വസ്നിക്കാണ് വന്നത്. വസ്ന് ഇഫ്അല്ലല അതുപോലെ തന്നെ ഇഫ്അല്ലല വസ്നിക്ക് വരുന്ന ഫീലുകളും ലാസിമാണ്. നഹ്വു അതിന്റെ ഉദാഹരണമാണ് എന്ത്? ഇഹ്റഞ്ചമ. വമിൻഹ അതിൽപ്പെട്ടതാണ്, അതായത് ലാസിമായ ഫിഅലുകളിൽ പെട്ടതാണ് അൽ അഫ്ആലു ഫിഅലുകൾ. അല്ലത്തി എങ്ങനത്തെ ഫീലുകളാണ്? തഖ്തദി നവാഫത്തൻ വൃത്തിയുടെ മേൽ അറിയിക്കുന്ന ഫീലുകൾ. ഉദാഹരണം തത്വഹുറ വ നളുഫ തഹുറ നളുഫ എന്നതുപോലെ വൃത്തിയുടെ മേൽ അറിയിക്കുന്ന പദങ്ങൾ അല്ലെ. വൃത്തിയായി ശുദ്ധിയായി ഈ ഫീലുകൾക്കൊന്നും മഫ്ഊൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഔ ധനസന്യ അല്ല വൃത്തിയില്ലായ്മയെ അറിയിക്കുന്ന പദങ്ങൾ ദനിസ വസിഹ വസിഹ ദനിസ എന്നതുപോലെയുള്ള ഫീലുകൾ ചളിയായി. അപ്പോ ഈ ഫീലുകൾ വൃത്തിയുടെ മേൽ അറിയിക്കുന്ന ഫീലുകൾ, അതായത് തൊഹുറ നുഫ. ഇനി വൃത്തിയില്ലായ്മയുടെ മേൽ അറിയിക്കുന്ന പദങ്ങൾ ഉദാഹരണം ദനിസ വസിഹ ഇവയൊക്കെ എന്താണ്? ലാസിമായ ഫീലുകളിൽ പെട്ടതാണ്. ഔ വസ്ഫൻ അല്ലെങ്കിൽ വിശേഷണം. എങ്ങനത്തെ? ഗൈറ സാബിത്തിൻ സ്ഥിരമല്ലാത്ത. ക മരിള മരിള എന്നതുപോലെ രോഗിയായി. കസില മടിയനായി. നഷിത ഉന്മേഷവാനായി. ഫരിഹ സന്തോഷവാനായി. ഇതൊക്കെ എന്താണ്? സ്ഥിരമല്ലാത്തൊരു വിശേഷണമാണ്. ഏതു സമയത്തും രോഗിയാവോ? അല്ലല്ലോ. ഏതു സമയത്തും സന്തോഷമാണോ? അല്ലല്ലോ. ഇതൊക്കെ എന്താണ്? ലാസിമായ ഫിഅലുകളിൽ പെട്ടതാണ്. വമിൻഹ ലാസിമായ ഫിഅലിൽ പെട്ടതാണ് അഫ്ആലുൽ മുതാവഅത്തി ലിൽ മുഅദ്ദ ലി വാഹിദിൻ ഒരു മുഅദ്ദയോട് അനുസരിച്ച് വരുന്ന ഫിഅലുകൾ. ഉദാഹരണം ഇംതദ്ദ ഇംതദ്ദ എന്നത് തഖൂലുനി പറയും. മദ്ദുഹു അതിനെ നീട്ടി. ഫംതദ്ദ അപ്പോൾ അത് നീണ്ടു. അതേപോലെ തന്നെ ദഹ്റജ്തുഹു ഞാൻ അതിനെ
ഉരുട്ടി. ഫതദഹ്റജ, അപ്പോൾ അത് എന്ത് ചെയ്ത്? അത് ഉരുണ്ടു. ഇതൊക്കെ എന്താണ്? ലാസിമായ ഫെയിലുകളിൽ പെട്ടതാണ്. നുജീബു, നമുക്ക് ഉത്തരം പറയാം. കൈഫ യുജ്അലുൽ ഫിഅ്ലു സുലാസിയു മുതഅദ്ദിയൻ, സുലാസിയായ ഫിഅ്ല് മുതഅദ്ദിയാക്കപ്പെടുന്നത് എങ്ങനെ? ഇദാ വഖഫ്ത ഐനൽ ഫിഅ്ലി സുലാസി, സുലാസിയായ ഫിഅ്ലിനെ ഇരട്ടിപ്പിക്കുക. അതായത് ഫരിഹ എന്നുള്ളത് ഫറഹ എന്നാക്കാം. ഔ അല്ലാന്നുണ്ടെങ്കിൽ അദ്ഖൽത അലൈഹിൽ ഹംസ, അതിന്റെ ആദ്യത്തിൽ ഹംസയെ കൊടുക്കുക. ഉദാഹരണം ജലസ എന്നത് അജ്ലസ. യകൂനു മുതഅദ്ദിയൻ, അതെന്താവും? സുലാസിയായ ഫിഅ്ല് മുതഅദ്ദിയായി മാറും. രണ്ടാമത്തത് അല്ലാസിമു മാഹുവ, എന്താണ് ഈ ലാസിം എന്ന് പറഞ്ഞാല്? ലാസിം എന്നാൽ അൽ ഫിഅ്ലു, അതൊരു ഫിഅ്ലാണ്. അല്ലദി, എങ്ങനത്തെ ഫിഅ്ലാണ്? ലാ യതഅദ്ദ ഇലാ മഫ്ഊലിൻ ബിഹി, മഫ്ഊലുൻ ബിഹിയിലേക്ക് വിട്ടുകടക്കാത്ത ഫിഅ്ലാണെന്ത്? ലാസിം. ഇനി അൽ മുതഅദ്ദി മാഹുവ, എന്താണ് മുതഅദ്ദി? ഇതിന്റെ നേരെ വിപരീതമാണ്. എന്താണ്? അൽ ഫിഅ്ലു, അതൊരു ഫിഅ്ലാണ്. അല്ലദി, എങ്ങനത്തതാണ്? യതഅദ്ദ, അത് വിട്ടുകടക്കുന്നു. ഇലാ മഫ്ഊലിൻ ബിഹി, മഫ്ഊലുൻ ബിഹിയിലേക്ക് വിട്ടുകടക്കുന്നു. ലാസിമായ ഫിഅ്ലുകൾക്ക് ഒരിക്കലും എന്ത് വരൂല? മഫ്ഊലുൻ ബിഹി വരൂല. എന്നാൽ മുതഅദ്ദിയായ ഫിഅ്ലുകൾക്കോ മഫ്ഊലുൻ ബിഹി വരും. അതാണ് ലാസിമും മുതഅദ്ദിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് അഞ്ചാം പാഠം നഹ്നു ഹുനൂദുൻ, നഅത്ത് മൻഊത്തിനെ കുറിച്ചാണ് ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത്. അതിന്റെ തദ്രീബാത്തുകൾ നമുക്ക് പഠിക്കാം. നഖറഉ, നമുക്ക് വായിക്കാം. ഒന്ന്, മാ അകൽതു, ഞാൻ തിന്നിട്ടില്ല. ഇല്ലാ തുആമൻ ജയ്യിദൻ, നല്ല ഭക്ഷണമല്ലാതെ. ഇവിടെ ഭക്ഷണം എന്ന് പറയുന്ന തുആമാണ് മൻഊത്ത്. അതിന്റെ വിശേഷണമാണ് എന്ത്? ജയ്യിദ് എന്നുള്ളത്, നല്ലത്. രണ്ടാമത്തത് അഖൂലു, ഞാൻ പറയുന്നു. ഖൗലൻ, വാക്കിനെ. സദീദൻ, നല്ല. ഇവിടെ നഅത്തിന്റെയും മൻഊത്തിന്റെയും ഒരു മലയാളത്തിൽ വരുന്ന ഒരു അർത്ഥശൈലി ഇങ്ങനെ ആയിരിക്കും. എങ്ങനെയുള്ളതായ, അല്ലെങ്കിൽ ആയ എന്നൊരു അർത്ഥമായിരിക്കും. ഒന്നുകൂടി നോക്കാം. അഖൂലു, ഞാൻ പറയുന്നു. ഖൗലൻ, വാക്കിന്. എങ്ങനെയുള്ളതായ? സദീദൻ, നല്ലതായ. അഅ്മലു, ഞാൻ പ്രവർത്തിക്കുന്നു. അമലൻ, പ്രവർത്തനം. എങ്ങനെയുള്ളതായ? സ്വാലിഹൻ, നല്ലതായ. അല്ലെ, എങ്ങനെയുള്ളതായ അല്ലെങ്കിൽ ആയ എന്നൊരു മലയാളത്തിലെ ഒരു അർത്ഥശൈലി ഇതിന് വരും. അടുത്തത് റഅയ്തു, ഞാൻ കണ്ടു. സബ്അ ബഖറാത്തിൻ, 7 പശുക്കളെ. എങ്ങനെയുള്ളതായ? സിമാനിൻ, തടിയുള്ളതായ. അടുത്തത് ലഹും, അവർക്കുണ്ട്. അജ്റുൻ, പ്രതിഫലം. എങ്ങനെയുള്ളതായ? കരീമുൻ, മാന്യമായ. ലഹും, അവർക്കുണ്ട്. അജ്റുൻ, പ്രതിഫലം. എങ്ങനത്തതായ? കരീമുൻ, മാന്യമായ പ്രതിഫലം അവർക്കുണ്ട്. അജ്ർ, കൂലി. ഈ കൂലിയുടെ വിശേഷണാണെന്ത്? കരീമുൻ, മാന്യമായ കൂലിയാണ് അവർക്കുള്ളത്. അടുത്തത് ഹുന്ന, അവർ. നിസാഉൻ, സ്ത്രീകളാണ്. എങ്ങനെയുള്ളതായ സ്ത്രീകളാണ്? ഗാഫിലാത്തുൻ, അശ്രദ്ധവാരായ സ്ത്രീകളാണ്. നുകമ്മിലുൽ ഫറാഗ ബിന്നഅത്തിൽ മുനാസിബി, നുകമ്മിലു, നമുക്ക് പൂരിപ്പിക്കാം. അൽ ഫറാഗ, ഒഴിഞ്ഞ ഭാഗം. ബിന്നഅത്തിൽ മുനാസിബി, യോജിച്ച നഅത്ത് കൊണ്ട്. ഇതൊക്കെ നഅത്തുകളാണ്. ജദീദൻ, പുതിയ. അസ്വാലിഹു, നല്ല. അശ്ശരീഫത്തു, പവിത്രമായ. ഖദീമത്തൻ, പഴയ. കബീറുൻ, വലിയ. അൽ മദ്ബൂഹത്തു, അറുക്കപ്പെട്ട. ഇതൊക്കെ എന്താണ്? ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ വിശേഷണങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ. ഇത് യോജിച്ച നഅത്ത് കൊണ്ട് നമുക്ക് കോളം പൂർത്തിയാക്കാനാണ്. ആദ്യത്തേത് അൽ വലദു സ്വാലിഹു യദ്ഉ ലി അബവൈഹി, അൽ വലദു, ആൺകുട്ടി. എങ്ങനത്തതായ? അസ്വാലിഹ്, നല്ലതായ ആൺകുട്ടി. യദ്ഉ, അവൻ പ്രാർത്ഥിക്കുന്നു. ലി അബവൈഹി, അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി. രണ്ടാമത്തത് അദ്ദജാജത്തു, കോഴി. എങ്ങനത്തതായ? അൽ മദ്ബൂഹത്തു, അറുക്കപ്പെട്ടതായ കോഴി. മഅ്കൂലത്തുൻ, തിന്നപ്പെടുന്നതാണ്. അറുത്ത കോഴിനെ എന്ത് ചെയ്യാം? തിന്നാൻ പറ്റും. മൂന്നാമത്തത് അൽ കഅബത്തു, കഅബ. എങ്ങനെയുള്ളതായ? അശ്ശരീഫത്തു, പവിത്രമായ. കഅബ ഖിബിലത്തുന, നമ്മുടെ ഖിബിലയാണ്. ഷംസുൽ ഉലമാഇ ആലിമുൻ കബീറുൻ, ഷംസുൽ ഉലമ എന്നത് ആലിമുൻ, പണ്ഡിതനാണ്. എങ്ങനത്തതായ? കബീറുൻ, വലിയതായ പണ്ഡിതനാണ്.
അടുത്തത് ഇഷ്തറൈത്തു ഞാൻ വാങ്ങി കിതാബൻ പുസ്തകം എങ്ങനത്തതായ ജദീദൻ പുതിയതായ പുസ്തകത്തെയാണ് ഞാൻ വാങ്ങിയത്. അടുത്തത് ബിഅതു ഞാൻ വിറ്റു സയ്യാറത്തൻ കാറിനെ ഖദീമത്തൻ എങ്ങനത്തതായ പഴയ കാറിനെ ഞാൻ വിറ്റു. ഇവിടെ ഉള്ളതൊക്കെ എന്താണ്? വലത് എന്നതിന്റെ വിശേഷണമാണ് സ്വാലിഹ്. അതുപോലെ ദജാജത്തിന്റെ വിശേഷണമാണ് മദ്ബൂഹത്ത്. അതുപോലെ തന്നെ എല്ലാം ഈ പച്ച നിറത്ത് കൊടുത്തതൊക്കെ എന്താണ്? വിശേഷണങ്ങളാണ്. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇഅ്റാബിന്റെ കാര്യം ഒന്നുകൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ വലതു എന്നത് റഫ് ആണ് അല്ലെ, അതുകൊണ്ട് തന്നെ സ്വാലിഹു എന്നതിനും റഫ് കൊടുക്കണം. ദജാജത്തു എന്നത് റഫ് ആണ്, അതുകൊണ്ട് തന്നെ മദ്ബൂഹത്തു എന്നതാണ് റഫ് കൊടുക്കണം. കഅബത്തു എന്നത് റഫ് ആണ്, അതുകൊണ്ട് തന്നെ ഷരീഫത്തു എന്നതിനും റഫ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ആലിമുൻ റഫ് ആണ്, അതുകൊണ്ട് തന്നെ കബീറും എന്നതിനും റഫ് കൊടുത്തിരിക്കണം. ഇവിടെ കിതാബൻ അതെന്താണ്? നെസ്ബാണ്, മഫ്ഊലാണ്, അതുകൊണ്ട് നെസ്ബാണ്, അതുകൊണ്ട് തന്നെ ഇതിനും നെസ്ബ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ സയ്യാറത്ത് എന്നുള്ളത് എന്താണ്? മഫ്ഊലാണ്, അതുകൊണ്ട് തന്നെ അത് നെസ്ബാണ്, അതുകൊണ്ട് ഖദീമത്തൻ എന്ന അതിന്റെ നഅത്തിനും നെസ്ബ് ചെയ്തിരിക്കണം. ഇനി നമുക്ക് 6-ാം പാഠം റഅയ്തുൽ ഉസ്താദ. ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത് തൗക്കീദിനെ കുറിച്ചാണ്. തൗക്കീദിന്റെ 2 ഇനങ്ങള്, അതിന്റെ പ്രത്യേകതകള്, അതിന്റെ വിശദീകരണം, അതൊക്കെയാണ് ഈ ഒരു പാഠത്തിലൂടെ പഠിക്കാനുള്ളത്. അതിന്റെ തദ്രീബാത്തുകൾ കൂടി നമുക്ക് പഠിക്കാം. നഖറഉ നമുക്ക് വായിക്കാം. ഫസജദൽ മലായികത്തു അപ്പോൾ മലക്കുകൾ സുജൂദ് ചെയ്തു. കുല്ലുഹും അവരെല്ലാവരും. രണ്ടാമത്തത് ദഹബ സൗജാനി 2 ഇണകൾ പോയി. കിലാഹുമ അവർ രണ്ടുപേരും തന്നെ പോയത് 2 ഇണകൾ തന്നെയാണ്. മൂന്നാമത്തത് ജാ അൽ വലതു ആൺകുട്ടി വന്നു. നഫ്സുഹു അവൻ തന്നെ, വന്നത് ആൺകുട്ടി തന്നെയാണ്. റഅയ്തു ഞാൻ കണ്ടു അൽ വാലിദൈനി മാതാപിതാക്കളെ ഖിലൈഹിമ അവരെ 2 പേരെ തന്നെ, ഞാൻ കണ്ടത് 2 മാതാപിതാക്കളെ തന്നെയാണ്. നുകമ്മിലു ബിൽ മുനാസിബ് യോജിച്ചവ കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം. ജലസ ഇരുന്നു. കുല്ലുഹും ഇവിടെ കുല്ലുഹും എന്നത് ജം ആണ്, അപ്പൊ അതിന്റെ മുഅക്കദ് മിൻഹു ജം ആയിട്ട് തന്നെ വരണം. കാരണം മുന്നിൽ പറഞ്ഞ പദത്തെ ഫോളോ ചെയ്തിട്ടാണല്ലോ, താബി ആണല്ലോ തൗക്കീദ് എന്നുള്ളത്. അപ്പൊ കുല്ലുഹും എന്നത് ജം ആണ്. അപ്പൊ അതിന് ശരിയായ ഉത്തരം മുഅ്മിനി എന്നത് മുഫ്രദായ പദമാണ്. മുഅ്മിനി എന്നത്, അപ്പൊ അതല്ല. മുഅ്മിനാത്ത് എന്നുള്ളത് ജം മുഅന്നസ് ആണ്. അപ്പൊ അവിടെ ശരിയായ ഉത്തരം അൽ മുസ്ലിമൂന, ജലസൽ മുസ്ലിമൂന കുല്ലുഹും എന്നതാണ്. രണ്ടാമത്തത് ഖാലത്ത് ഇംറഅതു ഫിർഔന ഫിർഔനിന്റെ ഭാര്യ പറഞ്ഞു. അവിടെ ശരിയായ ഉത്തരം കുല്ലുഹുന്ന എന്നത് ജം ആണ്. കിൽതാഹുമ എന്നുള്ളത് തസ്നിയാണ്. ശരിയായ ഉത്തരം ഐനുഹ അവൾ തന്നെ, ഫിർഔനിന്റെ ഭാര്യ തന്നെയാണ് പറഞ്ഞത്. മൂന്നാമത്തത് തസദ്ദഖ അബി എന്റെ പിതാവ് സദഖ ചെയ്തു. നഫ്സുഹു അവൻ തന്നെ, എന്റെ പിതാവ് തന്നെയാണ് സദഖ ചെയ്തത്. അടുത്തത് നുഹരിക്കു നമുക്ക് ഹർക്കത്തിട്ട് കൊടുക്കാം. ഹാദ ഇതാ കൽബുക നിന്റെ നായ. ഇഹ്ബിസുഹു ഇഹ്ബിസുഹു പിടിക്കവനെ പിടിക്കവനെ. ഇത് തൗക്കീദ് ലഫ്ളിക്കുള്ള ഉദാഹരണമാണ്. അതായത് ഒരു വാക്കിനെ തന്നെ ആവർത്തിച്ച് പറയുക. ഇഹ്ബിസുഹു എന്ന വാക്കിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതിനാ, അതൊന്നും കൂടി ശക്തിപ്പെടുത്താൻ, ഊന്നി പറയാനാണ് അത് പറഞ്ഞത്. അപ്പൊ ഹാദ കൽബുക ഇതാ നിന്റെ നായ. ഇഹ്ബിസുഹു ഇഹ്ബിസുഹു പിടിക്കതിനെ പിടിക്കതിനെ. ഇനി രണ്ടാമത്തത് ഹൽ റഅയ്തൽ വസീറ നഫ്സഹു ഹൽ റഅയ്ത നീ കണ്ടോ അൽ വസീറ മന്ത്രിയെ നഫ്സഹു അവനെ തന്നെ, നീ മന്ത്രിയെ തന്നെയാണോ കണ്ടത്? ഇവിടെ നമ്മൾ ഇത് തൗക്കീദ് മഅനവിക്കുള്ള ഉദാഹരണമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിന്റെ ഹർക്കത്തുകളാണ്. കാരണം പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹർക്കത്തിട്ട് കൊടുക്കാൻ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് ഹൽ റഅയ്ത അൽ വസീറ നഫ്സഹു, ഇവിടെ നഫ്സഹു എന്നുള്ളടത്ത് ഇവിടെ ഫതഹാണ്. അതായത് ഇത് താബിയാണല്ലോ, നഫ്സഹു എന്ന പദം താബിയാണല്ലോ. അപ്പൊ മുന്നിലുള്ള പദത്തിന്റെ ഇറാബ് എന്താണോ അത് തന്നെയായിരിക്കും ഇവിടെയും വരും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണത് ഫതഹാണ്. ഇവിടെ ലൊമ്പിട്ട് പോകരുത്, ലൊമ്പിട്ടാല് മാർക്ക് പോകും. നഫ്സഹു ഇവിടെ നഫ്സുഹു എന്ന് എഴുതരുത്. അജീബ് ഉത്തരം പറയുക. അൽഫാദു തൗക്കീദിൽ മഅനവിയ മാഹിയ തൗക്കീദ് മഅനവിയയുടെ പദങ്ങൾ ഏതെല്ലാമാണ്? 7 പദങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് 7 പദങ്ങൾ?
നഫ്സുഹു, ഐനുഹു, കുല്ലുഹു, കിലാഹുമ, കിൽത്താഹുമ, ജമീഅഹും, ആമത്തുഹും. ഇവയാണ് 7 പദങ്ങൾ. രണ്ടാമത്തത് യുളാഫു അൽഫാദു തൗക്കീദി ഇലാമ. തൗക്കീദിന്റെ ലഫ്ലുകൾ ചേർക്കപ്പെടും ഏതിലേക്ക്? വയുളാഫു ലഫ്ലു തൗക്കീദി, തൗക്കീദിന്റെ ലഫ്ലുകൾ ചേർക്കപ്പെടും ഇലാ ളമീരിൻ മുതാബിഖൻ ലിൽ മത്ബൂഇ, മത്ബൂഇനോട് യോജിച്ച് വരുന്ന ളമീറിലേക്ക്. ഫി തദ്കീരി മുദക്കറില്, വത്തഅനീസി മുഅന്നസില്, വഫിൽ ഇഫ്രാദി മുഫ്രദില്, വത്തസ്നിയതി മുസന്നയില്, വൽ ജംഇ ജംഇല്. അടുത്ത ചോദ്യം അത്തവാബിഉ കം ഹിയ വമാഹിയ. താബിഉകൾ എത്ര എണ്ണമാണ്, ഏതെല്ലാമാണ്? അത്തവാബിഉ ഹംസത്തുൻ, താബിഉകൾ 5 എണ്ണമാണ്. അന്നഅതു ഒന്ന് നഅത്താണ്, വത്തൗക്കീദു രണ്ടാമത്തെ തൗക്കീദ്, വൽ ബദലു മൂന്നാമത്തത് ബദല്, നാലാമത്തത് അത്ഫുൽ ബയാൻ, അഞ്ചാമത്തത് അൽ അത്ഫു ബിൽ ഹുറൂഫ്. ഇവയാണ് 5 എണ്ണവും. ഈ പാഠത്തിലെ അവസാന പ്രവർത്തനമാണ്, ദിരിബാത്തിലെ അവസാന പ്രവർത്തനമാണ്, പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പൊതുപരീക്ഷയിലൊക്കെ ഈ ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പറയുന്നത്. അൽ മുലാഹള, നഅത്താനി, 2 രീതിയിലുള്ള നഅത്തുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നഅത്തുൻ, ഒന്നാമത്തത് നഅത്തുൻ ഒരു നഅത്താണ്, ദാലുൻ അലാ മഅനൻ ഫിൽ മത്ബൂഇ, മത്ബൂഇലുള്ള അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്ന നഅത്ത്. ഉദാഹരണം നോക്കാം. റഅയ്തു, ഞാൻ കണ്ടു, റജുലൻ ഒരാളെ, കരീമൻ മാന്യനായ ഒരാളെ ഞാൻ കണ്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റജുലൻ കരീമൻ എന്നതാണ്. റജുലൻ എന്നത് മൻഊത്താണ്, കരീം എന്നുള്ളത് നഅത്താണ്. അതായത് റജുലൻ എന്നതിന്റെ വിശേഷണമാണല്ലോ കരീം, മാന്യനായ. മാത്രമല്ല നഅത്ത് തവാബികളിൽ പെട്ടതാണല്ലോ. അപ്പോ ഇവിടെ മത്ബൂ എന്നത് റജുലൻ എന്നാണല്ലോ. ഈ റജുലൻ എന്നത് ആരാണ്? കരീം തന്നെയാണ്. രണ്ടും ഒരാൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ മത്ബൂഇന്റെ അർത്ഥം തന്നെയാണ് ആർക്കും കരീം എന്നുള്ളത്. രണ്ടും റജുലൻ എന്ന് പറയുന്ന ആള് തന്നെയാണ് മാന്യനായ ആള്, കരീം എന്ന് പറയുന്ന ആള്. അപ്പോ മത്ബൂഇലുള്ള അർത്ഥത്തെ തന്നെയാണ് ഇതിലും കരീം എന്നുള്ളതും അറിയിക്കുന്നത്. രണ്ടാമത്തത് നഅത്തുൻ, ഒരു നഅത്താണ്, ദാലുൻ അത് അറിയിക്കുന്നു, അലാ മഅനൻ ഫീ മുതഅല്ലഖിഹി, മത്ബൂഉമായി ബന്ധമുള്ള ഒരു അർത്ഥമാണ് അറിയിക്കുന്നത്. ഉദാഹരണം നോക്കാം. റഅയ്തു, ഞാൻ കണ്ടു, റജുലൻ ഒരാളെ, കരീമൻ അബൂഹു, അവന്റെ പിതാവ് മാന്യനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ വാക്കാണ്, റജുലൻ കരീമൻ അബൂഹു എന്ന പദമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ റജുലൻ എന്നത് എന്താണ്? മത്ബൂ ആണ്. കരീം എന്നുള്ളതോ അതിന്റെ താബി ആണ്. പക്ഷെ ഇവിടെ കരീം എന്നുള്ളത് ഈ റജുൽ അല്ല, മത്ബൂഇന്റെ അർത്ഥമല്ല. മറിച്ച് ഈ കരീം എന്നുള്ളത് ആരാണ്? അബൂഹു, ഈ റജുലിന്റെ പിതാവാണ്. അപ്പോ റജുലൻ എന്ന മത്ബൂഇന്റെ ബന്ധത്തിലുള്ളതിനെയാണ് ഇവിടെ അർത്ഥം അറിയിക്കുന്നത്. മത്ബൂ ആയ റജുലല്ല ഈ കരീം. ഈ കരീം എന്ന് പറയുന്നത് ആരാണ്? മത്ബൂഇന്റെ ബന്ധത്തിലുള്ളതാണ്. അവന്റെ പിതാവാണ് മാന്യനായത്, ഈ റജുലിന്റെ പിതാവാണ് മാന്യനായത്. എന്നാൽ ഇവിടെ അങ്ങനല്ല. ഇവിടെ അവൻ തന്നെയാണ്, റജുല് തന്നെയാണ് ഇവിടെ മാന്യനായത്. ഇവിടെ മത്ബൂ റജുലാണല്ലോ. അപ്പൊ ഈ റജുൽ തന്നെയാണ് ആര്? കരീം എന്നുള്ളത്. അപ്പൊ മത്ബൂഇലുള്ള അർത്ഥത്തെയാണ് ഒന്നാമത്തെ നഅത്ത് അറിയിക്കുന്നത്. എന്നാൽ ഇവിടെ മത്ബൂഇന്റെ അർത്ഥമല്ല, മത്ബൂഇന്റെ ബന്ധത്തിലുള്ള അർത്ഥത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.